ഐലൻഡ് യാത്രയുടെ രണ്ടാം ദിനം പട്ടായയിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ബാലി ഹെയർ പിയറിൽ നിന്നും കോറൽ ഐലൻഡിലേക്കുള്ള യാത്രയ്ക്കായി യാത്രാസംഘത്തിലെ എല്ലാ സഹയാത്രികരോടൊപ്പം ഇപ്പോൾ ബാലി ഹെയർ പിയറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി പിയറിൽ എത്തുമ്പോൾ തന്നെ അവിടെ യാത്രികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വിശാലമായ പാർക്കിങ്ങിൽ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം ടൂർ ഗൈഡായ അഞ്ജലിയുടെ നേതൃത്വത്തിൽ എല്ലാവരും പിയറിലേക്ക് നടക്കുകയാണ്. ടൂർ ഗൈഡ് നേരത്തെ തന്നെ ആവശ്യമായ ടിക്കറ്റുകളൊക്കെ എടുത്ത് യാത്ര സുഗമമാക്കുന്നതിനായി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരുന്നു. വാട്ടർ സ്പോർട്സ് ധാരാളമായി ഇന്നുള്ളത് കൊണ്ട് എല്ലാവരും അതിന് അനുയോജ്യമായ ഡ്രസ്സുകൾ വേണം ധരിക്കാൻ എന്നും അതിന് അനുയോജ്യമായ ചെരുപ്പുകൾ വേണം ധരിക്കാൻ എന്നും നേരത്തെ തന്നെ ടൂർ ഗൈഡ് അറിയിച്ചിരുന്നു. അങ്ങനെ വാട്ടർ സ്പോർട്സിന് താല്പര്യമുള്ള അംഗങ്ങൾ അതിന് അനുയോജ്യമായ ഡ്രസ്സൊക്കെ ധരിച്ച് വളരെയേറെ ഉത്സാഹത്തോടെയാണ് ഇന്ന് ഈ കോറൽ ഐലൻഡിലേക്കുള്ള യാത്രയ്ക്കായി ബാലി ഹെയർ പിയറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ഹെയർ പിയറിൽ നിന്നും സഹയാത്രികരോടൊപ്പം കോറൽ ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ യാത്രികരും വളരെയേറെ സന്തോഷത്തോടെ അവിടേക്കുള്ള സ്പീഡ് ബോട്ടിൽ കയറി തങ്ങളുടെ സ്വപ്നയാത്ര ആരംഭിക്കുകയാണ്. ഇനി സ്പീഡ് യാത്രയുടെ ഒരു അനുഭവത്തിലേക്ക്. അങ്ങനെ സഹയാത്രികരോടൊപ്പം സ്പീഡ് ബോട്ടിൽ തായ്ലൻഡിൻ്റെ മനോഹരമായ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെളിനീരാണ് ഈ കടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങും തലങ്ങും വിലങ്ങും അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്പീഡ് ബോട്ടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയിലൊന്ന് എനിക്ക് അനുഭവപ്പെട്ടത്. എത്ര വർണ്ണിച്ചാലും മതിവരാത്ത മനോഹരമായ ഈ കടലിലൂടെയുള്ള നമ്മുടെ യാത്ര നമുക്ക് തുടരാം. അങ്ങനെ വളരെ രസകരമായ സ്പീഡ് ബോട്ട് യാത്രയ്ക്കൊടുവിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ
പാരാഗ്ലൈഡിംഗ്, പാരാസെയിലിംഗ് ഡോക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് താല്പര്യമുള്ള യാത്രികർക്ക് പാരാഗ്ലൈഡിങ്ങിനും പാരാസെയിലിങ്ങിനുമുള്ള അവസരം ഒരുക്കുന്നത്. എത്തിയാൽ ഉടനെ തന്നെ പാരാസെയിലിങ്ങിനെ പറ്റിയും പാരാഗ്ലൈഡിങ്ങിനെ പറ്റിയും അതിനുണ്ടായിരിക്കേണ്ട ശാരീരിക അർഹതയെക്കുറിച്ചും ഒക്കെ ഒരു ക്ലാസ് നൽകുന്നതാണ്. അതിനുശേഷം താല്പര്യമുള്ളവർ ഇവിടെ നിന്നും അതിനുള്ള ടിക്കറ്റ് എടുത്ത് കൗണ്ടറിലേക്ക് പോകേണ്ടതും അവിടെ ക്യൂവിൽ നിന്ന് തങ്ങളുടെ ഊഴത്തിനായി കാത്ത് തങ്ങളുടെ ഊഴം വരുമ്പോൾ മനോഹരമായ പാരാഗ്ലൈഡിംഗ് അല്ലെങ്കിൽ പാരാസെയിലിംഗ് എന്ന അനുഭവം നുകരാനുള്ള ഒരവസരം കൂടിയാണിത്. ആകാശത്തുകൂടെ പറന്ന് നടന്ന് മനോഹരമായ കാഴ്ചകൾ കാണാനും താഴെയുള്ള സഹയാത്രികരെ കാണാനും ഒക്കെയുള്ള ഒരവസരമാണ് ഈ പാരാഗ്ലൈഡിംഗ് നമുക്ക് ഒരുക്കുന്നത്. അങ്ങനെ പാരാഗ്ലൈഡിംഗ് കഴിഞ്ഞ് അവിടെ നിന്നും കോറൽ ഐലൻഡിലേക്കുള്ള ഹൈ സ്പീഡ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിൽ കുതിച്ചു പായുന്ന സ്പീഡ് ബോട്ടിലാണ് അവിടേക്കുള്ള യാത്ര.
അങ്ങനെ കുതിച്ചു പായുന്ന സ്പീഡ് ബോട്ടിൽ ഏതാണ്ട് 15 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ സഹയാത്രികരോടൊപ്പം ഞാനും കോറൽ ഐലൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്ന ബോട്ടാണ് നമ്മുടെ കൺമുൻപിൽ കാണുക. ആ ബോട്ടിൽ നിന്നും സഹയാത്രികർ ഓരോരുത്തരായി കടലിലേക്ക് ഇറങ്ങി അവിടെ നിന്നും കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായി കിടക്കുന്ന തെളിനീരാണ്, കണ്ണാടി പോലെ തിളങ്ങുന്ന തെളിനീരാണ് ഇവിടെയുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. മണൽ നിരന്നു കിടക്കുന്ന തെളിഞ്ഞ കണ്ണാടി പോലെ മിനുങ്ങുന്ന കടൽ ജലമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കടൽ ജലം കാണുമ്പോൾ തന്നെ ഇതിൽ കുളിക്കുവാനും അതുപോലെ തന്നെ ആവുന്നത്ര സമയം ഈ കടലിൽ നിന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും നമുക്ക് ഒരു പ്രലോഭനം ഉണ്ടാകുന്നതാണ്. അങ്ങനെ അവിടെ നിന്നും കരയിലേക്ക് കയറി കോറൽ ഐലൻഡിൽ യാത്രികർക്കായി ഒരുക്കിയിരിക്കുന്ന മറ്റനേകം സൗകര്യങ്ങളിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്. യാത്രികർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഹോട്ടലുകളായാലും ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന കടകളായാലും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മദ്യം ലഭിക്കുന്ന കടകളായാലും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ കടയോടനുബന്ധിച്ചും കടലിനോട് ചേർന്ന് വിശ്രമ കേന്ദ്രങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. കടലിൽ കുളിക്കുകയും അതുപോലെ തന്നെ കടയിൽ പോയി ഭക്ഷണങ്ങൾ വാങ്ങിച്ച് ബിയറോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ വാങ്ങിച്ച് കടൽ കാറ്റും ഏറ്റ് കടലിൻ്റെ മനോഹരതയും കണ്ട് ഇവിടെ നിന്ന് ഒരു ബിയറോ ഇല്ലെങ്കിൽ വൈനോ നുണയുവാനുമുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജലവിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇവിടെ നിന്നും ആ ജലവിനോദങ്ങളിലേക്ക് പോകുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ സഹയാത്രികളിൽ പലരും കയാക്കിങ്ങിനും ബനാന ബോട്ട് റൈഡിങ്ങിനും അണ്ടർ സീ വാക്കിങ്ങിനും ഒക്കെ ടിക്കറ്റ് എടുത്ത സഹയാത്രികർ അങ്ങോട്ടുള്ള ഗൈഡിനൊപ്പം ഇവിടെ കാത്തിരിക്കുമ്പോൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബോട്ട് എത്തിച്ചേർന്നു. ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത് ഗ്ലാസ് ബോട്ട് ആണ് എന്നുള്ളതാണ്. ഗ്ലാസ് ബോട്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നാം ചിന്തിക്കുക ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ബോട്ട് എന്നാണ്. പക്ഷേ ഗ്ലാസ് ബോട്ട് എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് കടലിൻ്റെ അടിത്തട്ട് കാണാവുന്ന രീതിയിൽ ബോട്ടിൻ്റെ അടിവശം മാത്രം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച് കടൽ ജീവികളെ ജലസഞ്ചാരത്തിന് ഇടയിൽ കാണാവുന്ന വിധം ഒരുക്കിയിരിക്കുന്ന ബോട്ടുകളാണ്. ഈ ബോട്ടിൻ്റെ ഉള്ളിൽ രണ്ട് വശങ്ങളിലുമായി ഇരുന്ന് ബോട്ടിൻ്റെ താഴെ നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ്സിലൂടെ താഴേക്ക് നോക്കിയാൽ ബോട്ട് കടന്നു പോകുന്ന വഴിയിലുള്ള ജലജീവികളെ നമുക്ക് ഇവിടെ നിന്നും വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഇതിന് ടിക്കറ്റ് എടുത്ത സഹയാത്രികരെല്ലാവരും ഈ കൗതുക കാഴ്ച കാണാനായി ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം റെഡ് സീയിൽ ഇങ്ങനെയൊരു ഗ്ലാസ് ബോട്ട് സർവീസ് നടത്തിയ അനുഭവം ഉള്ളതുകൊണ്ട് ഏതായാലും ഞാൻ കടലോരത്തിരുന്ന് വിശ്രമിക്കാനും മറ്റുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ എൻ്റെ സഹയാത്രികരെ യാത്രയാക്കിയതിന് ശേഷം കടലോരത്തിരുന്ന് അല്പം വിശ്രമിക്കുകയും മറ്റ് ജലവിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ
നമുക്ക് തിരിച്ച് പോകാനുള്ള സ്പീഡ് ബോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും മറ്റ് കടൽ വിനോദങ്ങളിൽ ഏർപ്പെടാനായി പോയിരുന്ന സഹയാത്രികരും എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഒത്തിരിയേറെ സന്തോഷത്തോടെ തങ്ങളുടെ മടക്കയാത്രയ്ക്കുള്ള സ്പീഡ് ബോട്ടിൽ കയറി അവിടെ നിന്നും തിരികെ പിയറിലേക്ക് തങ്ങളുടെ സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 20 മിനിറ്റ് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്താണ് തിരികെ നമ്മൾ പുറപ്പെട്ട പിയറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് വളരെയേറെ സന്തോഷമുണ്ട്. നല്ല ഒരു കടൽ വിനോദത്തിൻ്റെ ആഹ്ലാദത്തോടെ എല്ലാവരും തിരിച്ച് തങ്ങളുടെ യാത്ര പുറപ്പെടുകയാണ്.